ഹലോ, നമ്മൾ കോയമ്പത്തൂർ പോകാൻ വേണ്ടിയിട്ട് കൊയിലാണ്ടി റെയിൽവേ സ്റ്റേഷനിൽ വന്നതാണ്. അപ്പോൾ അവിടെ നമ്മൾ ബാഗൊക്കെ പിടിച്ച് രണ്ട് ഫോട്ടോസൊക്കെ എടുത്തു. അതിന് ട്രോളി ബാഗ് വെച്ച് കളിക്കുന്നുണ്ട്. അപ്പോഴേക്ക് ട്രെയിൻ വന്നു. ട്രെയിനിലാണെങ്കിലും നമ്മൾ ബുക്ക് ചെയ്ത കമ്പാർട്ട്മെൻറ്റിൽ തീരെ തിരക്കൊന്നുമില്ലായിരുന്നു. നമ്മൾ മാത്രമായിരുന്നു. നമുക്ക് കിടക്കുകയോ ഇരിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാമായിരുന്നു. പിന്നെ കുറേ പുറത്തേക്കൊക്കെ നോക്കി. ട്രെയിനിൽ പോയിട്ട് കുറേ കാലമായി. പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് പോകുമ്പം ഫുഡ് പാക്ക് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. നെയ്ച്ചോറും നല്ല ചിക്കൻ പൊരിച്ചതും ചമ്മന്തിയും അതെല്ലാം കഴിച്ച് പിന്നെ അവൾ കിടന്നുറങ്ങി. നമ്മൾ കുറേ വീഡിയോസൊക്കെ എടുത്തു. കാഞ്ചിക്കോട് എത്താനായി. അപ്പോൾ അച്ഛന് കോയമ്പത്തൂർ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. അച്ഛൻ അവിടുന്ന് വണ്ടി വിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വണ്ടിയിൽ വീട്ടിലോട്ട് പോവാണ്. വീട്ടിലെത്തിയപ്പോഴേക്കും പിന്നെ ഷൂട്ട് ചെയ്യാനൊന്നും ടൈം കിട്ടിയിട്ടില്ല. പിന്നെ നമ്മൾ അടുത്ത ദിവസം രാവിലെ എണ്ണീറ്റ് ടെറസ് കയറിയപ്പോൾ വീടുകൾ കണ്ടോ, മുട്ടിന് വീടുകളാണ്. ഇവിടെ നിന്ന് കൈവച്ച് അപ്പുറത്തെ വീട്ടിലേക്ക് എത്തും. അത്രയും അടുപ്പിച്ചടുപ്പിച്ച് വീടുകൾ, നല്ല ക്ലൈമറ്റും ഭയങ്കര കാറ്റും തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. വീട്ടിൻ്റെയൊക്കെ ഷേപ്പ് എങ്ങനെ ഒരു സ്ക്വയർ റെക്റ്റാങ്കിൾ ഷേപ്പുള്ള വീടുകളാണ്. പിന്നെ എന്തൊക്കെയോ ഒരു കളർ മിക്സിംഗ് ഒക്കെയാണ്. നമ്മൾ അന്ന് വൈകിട്ട് നമ്മൾ ഇസയിൽ പോയി ആദിയോഗി കാണാൻ, മെയിനായിട്ട് ലൈറ്റ് ഷോ കാണാനാണ് പോയത്. ഇത് അടിപൊളിയാണിത്. എങ്ങനെയാണെന്ന് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഇതിൻ്റെ ഫീലിങ്സ്. പിന്നെ അവിടെ കുറേ കടകളുണ്ട്. അങ്ങോട്ട് എത്താൻ വേണ്ടിയിട്ട് നമ്മളിതൊരു കാളവണ്ടി ഉണ്ട്, അതിൽ കയറി ഒരാൾക്ക് 10 രൂപ വെച്ചിട്ട് ഒരു 10 പേർക്ക് വരെ കയറാൻ പറ്റും. അങ്ങനത്തെ ഭയങ്കര സ്ലോ ആയിട്ടാണ് കാള പോകുന്നത്. പിന്നെ നമ്മൾ അവിടുന്ന് ഇറങ്ങി നടന്ന് കാളേനെ കണ്ടൊക്കെ കാലും അവരെ കൊമ്പും കൂടെ വെച്ച് കെട്ടിയിട്ട് അവരിങ്ങനെ തല ഇങ്ങനെ ചെരിച്ചാണ് നടക്കുന്നത്. നമ്മൾ കാളവണ്ടി സ്ലോ ആയതിനെ കൊണ്ട് അതിൽ നിന്ന് ഇറങ്ങി നമ്മൾ ലൈറ്റ് ഷോ ഒക്കെ കണ്ട്. പിന്നെ അവിടെ ഒരു ക്യാൻറ്റീൻ ഉണ്ട്. അവിടെ നിന്നിരുന്ന് കിടന്ന് ഊഞ്ഞാലാടുകയാണ്. പിന്നെ നമ്മൾ അവിടുന്ന് കുറേ ഫോട്ടോസൊക്കെ ഈ വീഡിയോയുടെ ലാസ്റ്റ് അറ്റാച്ച് ചെയ്യാം. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് ഒരു 7 മണിയൊക്കെ ആയപ്പോഴേക്ക് കറക്റ്റ് 7 മണിക്ക് ലൈറ്റ് ഷോ തുടങ്ങി. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയപ്പോഴേക്ക് നല്ല ലേറ്റായി. പിന്നെ അടുത്ത ദിവസം അജിഷയുടെ ഒരു കസിൻ ഉണ്ട് പാലക്കാട്, നമ്മളെ സ്വന്തം ചങ്ക് ശരത്ത്. അപ്പോൾ അവൻ്റെ അടുത്തേക്ക് പോയി. പാലക്കാട് ഒറ്റപ്പാലത്തോട്ട് പോയി. നമ്മളെ മലമ്പുഴ കൊണ്ടുപോയി. ഇത് അവിടെ പാലക്കാടുള്ളൊരു കോട്ടയാണ്. കോട്ടേൻ്റെ സ്റ്റാർട്ടിങ് തന്നെ അമ്പലമാണ്. എല്ലാവർക്കും കയറാൻ പറ്റും. അങ്ങനെ റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. പിന്നെ അവിടെ പണ്ട് ബ്രിട്ടീഷുകാർ ചെയ്ത എന്തൊക്കെയോ സെറ്റപ്പുകളൊക്കെ ഉണ്ട്. ജയിൽ കാണുന്നുണ്ട്. ഭയങ്കര വിൻറ്റേജ് വൈബുള്ളൊരു സ്ഥലമാണ്. പിന്നെ ഇതിൻ്റെ ചുറ്റും, ഈ കോട്ടയുടെ ചുറ്റും വെള്ളമാണ്. അപ്പോൾ ഒരു ഗുഹ പോലെ ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ കൂടെ, അപ്പം അച്ഛനൊക്കെ എല്ലാവരും പറഞ്ഞു അതിൻ്റെ ഉള്ളിൽ കൂടെയാണ് ആൾക്കാരെ കൊന്ന് വെള്ളത്തിലേക്ക് ഇടുക എന്നൊക്കെ പറഞ്ഞു. പിന്നെ നമ്മൾ അവിടുന്ന് മലമ്പുഴയ്ക്ക് പോയി. ഫുഡൊക്കെ കഴിച്ചാൽ ഒന്നും എടുക്കാൻ പറ്റില്ല, ഭയങ്കര മഴയായിരുന്നു. നമ്മൾ മലമ്പുഴ പോയി കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത്. അവിടുന്ന് ഞങ്ങൾ കുറേ ഡാൻസ് കളിച്ചു. അവിടെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ എവിടേക്ക് എത്തുന്ന അവിടെ നിന്ന് നമുക്ക് എന്തോ ഭാഗ്യത്തിന് മഴ ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ ഡെസ്റ്റിനേഷനിൽ മഴ ഉണ്ടാവില്ല, പക്ഷെ പോകുന്ന വഴിക്കൊക്കെ പേരും മഴയായിരിക്കും. പിന്നെ അവിടെ മലമ്പുഴ കുറേ അവിടെയൊക്കെ ചുറ്റിക്കറങ്ങി കണ്ട്. പിന്നെ ഈ അവിടെ പാർക്കുണ്ട്, അതിലിരുന്നിട്ട് ഇറങ്ങുന്നേ ഇല്ല. അത് പിന്നെ അതിന് വാശി പിടിക്കുക ഇറങ്ങാൻ. പിന്നെ ശരത്ത് അവളെ എന്തിലൊക്കെ കുറേ കളിക്കുന്ന സാധനത്തിലൊക്കെ ഇരുത്തിച്ച്. കുട്ടിക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. എല്ലാവരും കൂടി പോകുമ്പോഴേ ഭയങ്കര സന്തോഷമായി. പിന്നെ നമ്മൾ കുറേ ഫോട്ടോസൊക്കെ ഇങ്ങനെ അറ്റാച്ച് ചെയ്യാൻ ലാസ്റ്റ്